السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وحدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وقال الرسول يا ربي إن قوم اتخذوا هذا القرآن مهجورا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സർവ്വലോകത്തെ പഠിച്ചിട്ട് അതിനെ പരിപാലിച്ചൊല്ലിക്കത്തെ അള്ളാഹുടെ നിയമ നിദർശനത്തോ നല്ലോനെ മനസ്സിലാക്കിയിട്ട് രഹസ്യം പരസ്യ ജീവിതത്തില് അള്ളാഹുടെ പേഴ്ചി മിഞ്ചൊന്ന് ചൊത്തു സ്വന്തത്തോടെ മറക്കാട്ട് എനിക്കെല്ലാവർക്കും വസിയത്ത് നസിയത്താക്കിയോളെ. അതേപോലെ അള്ളാഹുടെ സംതൃപ്തി കൊതിച്ചിട്ട് അള്ളാഹുടെ ആ സംതൃപ്തിപാത്രമായ ജീവിത ഈ ലോകത്തിൽ ഉണ്ടാക്കിയിട്ട് നാളെക്കളി ആ പെർമനന്റ് പാരത്തിക ജീവിതത്തിൽ പോകുമ്പോ ഈ ഒരു ദുനിയാവിടെ ഉണ്ടായി പോണ സന്ദർഭത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ആ തൗഹീദ് കലിമത്ത് ചൊന്തു മരിക്കൂല കൂട്ടത്തില് റഹ്മാനായ അല്ലാഹു നക്കും എനിക്ക് തന്ന അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഉണ്ടാക്കിയവനായിട്ടുള്ള ഉടനെ മനസ്സിലാക്കല്ലേ ഒരു സത്യവിശ്വാസത്തെ സംബന്ധിച്ചിട്ട് ഒരു ജുമാഅത്തിൽ നാം കൂടുമ്പോ ഒരു അന്യ മതസ്ഥെ ആചരണ പോലെ ബദലായിട്ട് നണ്ടൊട്ടിങ്ങളോ ആയുസ് അത് മൈനസ് ആയിക്കോളൂ. വയസ്സ് ഞങ്ങൾക്ക് കൂടിയുള്ളേ ഞങ്ങൾ മെച്ചൂറായുള്ളേ മാത്രമാ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ സംബന്ധിച്ചിട്ട് ഒരു ആയുസ് ഞങ്ങൾക്ക് ഫിക്സ് ആക്കിരാ. അതിൽ വെച്ചിട്ട് പോയി 2000 ವರ್ಷ ಕಂಪೇರ್ ಹಾಕೆಂಗೆ 2025 ದಿನೋಬತ್ ತಿಂಗಳು ಕಂಪೇರ್ ಹಾಕೆಂಗೆ ನಂಗೆ ಡಿಸೆಂಬರ್ಗೆ ಎತ್ಯ ಅಲ್ಲಿ ಇನ್ನ ಬ್ಯಾಲಾಸ್ ನೋಕೆ ನಂಗೆ ವೆಲ್ಲಿಯಾಸಿಗೆ ಎತ್ಯ ಸುಬೈ ದಿಸ್ಕಾರ್ದ ಕಂಪೇರ್ ಹಾಕೆ ನಂಗೆ ಜುಮಾತಿಗೆ ಎತ್ಯ ಅಲ್ಲಾಹ್ ಆಯ್ಸಿಂದಂಗೆ ಈಗ ಮುನ್ನೋಲ್ ಪಾಯಿಂಟ್ ಇಕ್ಕಡ ಮಾತ್ರ ಈ ಫೋನ್ ಪೋಕು
അള്ളാഹുടെ കണ്ടുമുട്ടുകളിലേക്കത്തെ വർഷം, തിങ്കളും, വാരം, നാളും, ഗంటം, മിനിറ്റ്സും, സെക്കൻഡും ഇതെല്ലാം ലെസ്സായിട്ടുള്ളേ അള്ളാഹുടെ മുട്ട പോകായിട്ടു ഞങ്ങൾ ഉണ്ടാക്കിയ റബ്ബറെ പക്കൽ പോകായിട്ടു. അവനെ മനസ്സിലാക്കണം. ദുനിയാവിൽ വെച്ചിട്ട് സ്റ്റഡീസിന്റെ പ്രಕಾರ 2000 റിലീജിയസ് ഉണ്ട്, 2000 ധർമ്മവും. എങ്ങനെ ദീൻ ഇസ്ലാം അംഗീകരിച്ച പോലെ ഇടീ ദുനിയാവ് റിസർച്ച് പ്രಕಾರ 2000 ധർമ്മവും. ಅಂಕಂಕ ಬೇನ ರೊಬ್ಬಡ വിളിച്ചോണ്ടിക്കുള്ളവരും ಅಂಕಂಕ ಬೇന എനിക്കത്തെ ആചരണ ക്രമം ആക്കിക്കൊണ്ടുള്ളവരും അങ്ങനെ ഇഷ്ടം പോലെ അങ്ങനെ ഏതാക്കന്മാർ ചൊന്നത് ഫോളോ ആക്കിയിട്ട് അങ്ങനെ ജീവിതത്തിൽ തീർത്തുള്ളൂ. ഇവിടെ മനസ്സിലാക്കുന്നു, ആകാശ ഭൂമി ഉണ്ടാക്കിക്കത്തെ അള്ളാഹുടെ പക്കൽ ഒരു ദീനിന്നെങ്കിൽ അത് അള്ളാഹു ചൊല്ലേ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുടെ പക്കൽ കബൂലാവുടെ ദീനെങ്കിൽ അത് ഇസ്ലാം മാത്രമായിട്ടുണ്ട്, ബാക്കിയെല്ലാം ബാത്തിലായിട്ടുണ്ട്. അങ്ങെന്തോ ആക്കിയെങ്കിൽ അത് കബൂലല്ല അള്ളാഹുടെ പക്കൽ, അത് നഷ്ടപ്പെട്ട പോണതായിട്ടുണ്ട്. അവിടെ മനസ്സിലാക്കുന്നു, ഈ ദുനിയാവിനെ സംബന്ധിച്ചിട്ട് ഞങ്ങ ഏതൊരു മതത്തിൽ വരാത്ത, ഏതൊരു വിശ്വാസം നങ്ങിക്കാത്ത ഇല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ മേല് റഹം കാട്ടിയ റഹം കാട്ടിയത് കൊണ്ട് മുസ്ലിമായത് പറഞ്ഞത് മാത്രമല്ലാണ്ട് തൊട്ടതുള്ളെങ്കത്തെ ഒരു മക്ബറത്തുക ഒരു ജാറത്തുക കടന്നു പോവാണ്ട് തൗഹീദിന്റെ ആദർശത്തില് നാം നിങ്ങ ഇപ്പത്തോളം മിഞ്ചോളാണ്ടാകുമ്പോ അല്ലെ ഞങ്ങൾ ചേഞ്ചസ് ആക്കി അഭ്യർത്ഥിണ്ടാകുമ്പോ അള്ളാഹു ഞങ്ങളുടെ മേൽ കാട്ടി വലിയൊരു റഹ്മായിട്ടുണ്ട്. ഇതിലേക്കാണ് വലിയ റഹ്മ ഇന്ന് ദുനിയാവ് കാട്ടുകയില്ല. ഇതായിട്ട് പാരത്രിക ജീവിതത്തെ യശസ് ബേനായിരിക്കത്തെ തെരുടെ അള്ളാഹു ഉണക്കും എനിക്ക് കാട്ടി തന്നെ. ഇവിടെ മനസ്സിലാക്കുന്നു, കാട്ടി തന്നെ നാം നിങ്ങ അള്ളാഹു കാട്ടി എനിക്കത്തെ ആവർത്തെ ഉള്ളമ അല്ലെ നന്റെ നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾ ഫുൾഫിൽ ആക്കിയുള്ളമ നാം നിങ്ങൾ ചിന്തിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്ന ഖുർആനിൽ കുന്തും ഖൈറ ഉമ്മ. മാനവ സമുദായത്തിൽ വെച്ചിട്ട് നിങ്ങളല്ലേ അതി ഉത്തമ സമുദായത്തെ ആത്മ, നിങ്ങൾ ഖുർആൻ കിട്ടിയ ആത്മ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത്, നിങ്ങൾ ഖൈറായ ഉമ്മത്തിന്റെ ആയിട്ട് അല്ലാഹു ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നേ. ഇവിടെ മനസ്സിലാക്കുന്നു, ദാവൂദ് നബിക്ക് സബൂർ കൊടുത്ത പോലെ, മൂസാ നബിക്ക് തൗറാത്ത് കൊടുത്ത പോലെ, ഈസാ നബിക്ക് അല്ലാഹു ഇൻജീൽ കൊടുത്ത പോലെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്ത് അത് ഖുർആനായിട്ടുണ്ട്. അത് ഖുർആനായിട്ടുള്ള സഹോദരന്മാർ അവിടെ ചിന്തിക്കുകയേ നാം ഞങ്ങളുടെ ജീവിതത്തിൽ ഖുർആൻ ഒന്ന് ഞാൻ പഠിച്ചമാ അല്ലെങ്കിൽ ഖുർആന്റെ മുട്ട ഞാൻ പോയമാ. ഒരു കൂട്ടത്തെ ആൾമാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് സാക്ഷ്യം വഹിച്ചിട്ട് ബഹുസംഖ്യാത മുസ്ലിം അങ്ങ് ഇന്ത്യ തിരുത്തപ്പെട്ടുള്ളൂ, പദപ്രശ്നത്തിലുള്ളൂ. ഞങ്ങൾ ചൊല്ലല്ല റബ്ബ് ചൊല്ലില്ലേ. കാരണം എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കൻ വിശ്വാസത്തിലെ ഒരു ഇൻസാൻ മൗത്തായി പോയിട്ടെങ്കിൽ അല്ലാഹു ചന്ദ്രേ അവനുകളെ സ്വർഗത്തെ ഹറാമാക്കിയാണ്. സ്വർഗത്തെ മനഃപൂർവ്വം കടിക്കില്ല. ഒരു ഗാഞ്ച പിടിച്ചവങ്ക, ഒരു പെണ്ണ് പിടിച്ചവങ്ക, കല്ല് പിടിച്ചവങ്ക, ദറോടാക്കിയവങ്ക, കൊലയാക്കിയവങ്ക അല്ലാഹു ചന്ദ്ര അല്ല. അങ്ങനെ ചൊല്ലി ഇതാകുമ്പോൾ സർട്ടിഫിക്കറ്റും അല്ല. മാത്രമല്ല ഒരിക്കലും പോലും ഈ വിശ്വാസത്തിൽ മറിച്ചവൻ മാഫാക്കില്ല ചെന്നല്ലാവും സ്വർഗത്തെ ഹറാമാക്കി ചെന്നത്. അങ്ങനത്തെ എത്രമാ വിഷയത്തെ ആ ശിർക്കൻ വിശ്വാസത്തെ സമുദായത്തിൽ കിട്ടിട്ട് പുരോഹിത വർഗ ഈമാന്റെ വഞ്ചനാക്കി വയ്ക്കുമ്പോ നാമും നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്റെ ഈ പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോൾ സൂറ അൽ ഫാത്തിഹ വെച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടി തണ്ട ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ ഞങ്ങൾ നിന്റെ മാത്രം ആരാധിക്കുക അല്ലാഹുവേ, നിന്റെ മാത്രം സഹായം കേൾക്കുക. എന്തുകൊണ്ടിട്ടായിട്ട് ബഹുസംഖ്യാത മുസ്ലിം ആന്മാർക്ക് അങ്ങ് അപ്പുൽ സഫൽ ഇങ്ങോട്ട് പോലും ഉംറാക്കിട്ട് പോലും ഹജ്ജ് പോയി വന്ന് പോലും ദാനധർമാക്കിങ് പോലും എന്തുകൊണ്ടിട്ടായിട്ട് ഈ ആയത്തിനെ അർത്ഥം പഠിച്ചില്ല. ഒരേ ഒരു കാരണമായിട്ടുള്ള ഖുർആൻ പഠിച്ചില്ല. നേതാക്കന്മാർ ചെന്നത് നേതാക്കന്മാരെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ആക്കി പോയി ഇണ്ടാങ്ങ എന്ത് ചൊന്നെ ഖുർആന്റെ വിരുദ്ധമുണ്ടെങ്കിൽ അങ്ങനെ പലക്കെ സരിയുണ്ടായെങ്കിൽ അത് മാത്രം ദീന ചെന്ന് അംഗീകരിക്കേ. ഒരു ദീന ഇസ്ലാമിന്റെ പേര് ബഹുസംഖ്യാത മുസ്ലിം ആത്മാർ പോയിട്ടിരിക്കുമ്പോ നാം നിങ്ങൾ മനസ്സിലാക്കണു അള്ളാഹു ഹിദായത്താക്കണേ. റബ്ബ് ഹിദായത്തെ വെളിച്ച കാട്ടിയ ഇവിടെ മനസ്സിലാക്കണു. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനെ ഞങ്ങൾക്ക് പരിചയമാക്കിതന്നെ. ഒരു വീഡിയോ നോക്കുമ്പോ ഒരു ബുക്സ് ഓതുമ്പോ ഞങ്ങൾക്ക് ബണ്ടതില് ഒരു വീഡിയോ നോക്കുമ്പോ കീഴിൽ സ്ക്രോൾ ആയിട്ടിക്കരു ഫോർ മോർ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ജാസ്തി ഇൻഫർമേഷൻ എന്തായി അല്ലെ ഒരു ബുക്ക് പ്രിന്റ് ആയി വന്ന സന്ദർഭത്തില് അതിന്റെ ബാക്ക് സൈഡ് ലിക്വിഡ് ഇതിൽ എന്ത് കറക്ഷൻ ഇന്നെങ്കിൽ എന്ത് പ്രോബ്ലംസ് ഇന്നെങ്കിൽ എന്ത് ഡൗട്ട്സ് ഇന്നെങ്കിൽ ഇങ്ങനത്തെ നമ്പർക്ക് കോൺടാക്ട് ആവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇമെയിൽ ഐ ഡി മെസ്സേജ് ആക്കുന്നായിട്ട് ദുനിയാവിച്ച ഒരു ഗ്രന്ഥമുണ്ട് സഹോദരന്മാരെ. അത് ഞങ്ങൾക്ക് പഠിപ്പാടി തണ്ടേ. ഇത് ഗ്രന്ഥ
നമുക്ക് നല്ല പഠിപ്പാടി തന്നെ ഡൗട്ട് ഇല്ല, ഒരു ശക്തി ഇല്ല. അള്ളാഹുടെ വിശ്വാസിക്കുന്ന ആൾമാർക്ക്, അള്ളാഹുടെ ദൈവഭയമുള്ള ആൾമാർക്ക്, റബ്ബിനെ പേടിക്കുന്ന നല്ല ചൊല്ലി ഒരു ഡൗട്ടും വേണ്ട, ഒരു ശക്കും വേണ്ട. ഇത് റബ്ബിനെ കണ്ട ചിന്തായിട്ട് പഠിപ്പാടി തന്നെ. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾ ജീവിതത്തിൽ ഖുർആൻ എവിടെ ഉണ്ട്? ചില ആൾമാർ റമദാൻ ഖത തീർപ്പ് മാത്രമായിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഞങ്ങൾ തൗഹീദ് മനസ്സിലാക്കിയ ആൾമാർ അവർ ബേജാറാക്കുന്ന വിഷയമല്ല. ഞങ്ങൾ ഖുർആന്റെ ലാസ്റ്റ് സീന് ലാസ്റ്റ് റമദാനായി ടിക്കു. വാട്സ്ആപ്പ് ജസ്റ്റ് ഇപ്പായിട്ടുണ്ട്, ഫേസ്ബുക്ക് ഇപ്പായിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ഇപ്പായിട്ടുണ്ട്, ട്വിറ്ററും സോഷ്യൽ മീഡിയ ജസ്റ്റ് ഇപ്പായിട്ടുണ്ടാകുമ്പോ ഖുർആൻ ലാസ്റ്റ് റമദാനില് അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പായിട്ട് മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളുടെ പക്കൽ വെച്ചിട്ട് ഖുർആൻ പഠിപ്പാട്ടങ്ങായിട്ട് ഹൈറായ ചെന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിചാരിക്കുന്നത് ನಾನು ಇನ್ನು ഖുർആൻ പഠിக்கிறപ്പ, നക്കിങ്ങനെ ഖുർആൻ പഠിക്കാൻ സാധ്യം, നക്ക് വയസ്സായി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു മൈൻഡ് സെറ്റ് ആയിട്ടുണ്ട്. പോണിട്ട് 21 അല്ലെങ്കിൽ ഒരു PUC അല്ലെങ്കിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG എടുത്താൽ പിന്നെ ഇന്ന് പഠിക്കുക ഇല്ല, ഇന്നെന്താ പഠിക്കേ? സഹോദരന്മാർ മനസ്സിലാക്കുന്നു, ഇതല്ല ദീനുൽ ഇസ്ലാം പഠിച്ച് തീരതല്ല. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടലിൽ തന്നിടി നിങ്ങ ഒരു ഷായായിട്ട് ഒരു ഇൻകായിട്ട് എടുത്ത് പത്തിനെങ്കിൽ റബ്ബിന്റെ വചനത്തെ എഴുതി തീരോ സാധ്യല്ല. ആ തന്നി തീർന്നു പോവല്ലാണ്ട് അള്ളാഹുടെ വചനം തീർന്നു പോകേണ്ട ചെല്ലവോ ഉടനെ നിങ്ങൾക്ക് എബ്രം പറയാനായിട്ടുള്ള ചിലപ്പ നോക്കൊരു സഹോദരൻ ഖുർആൻ പഠിക്കുന്ന ഏജ് ലിമിറ്റ് ഇല്ല. അല്ലാണ്ട് റസൂലൊക്കെ ഏജ് ലിമിറ്റ് പഠിപ്പാടി തന്നിട്ടില്ല. ഇപ്പം ഞങ്ങൾ പഠിക്കും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം നുബുവത്ത് കിട്ടി. 40 വർഷത്തിൽ നുബുവത്ത് കിട്ടി. ഈ നുബുവത്ത് കിട്ടിയാൽ പിന്നെ റസൂല് ഈ ദുനിയാവിൽ മിഞ്ചിട്ട് 23 വർഷമായിട്ട് കിട്ടും. 63 വർഷം റസൂൽ വഫാത്താവും. അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷത്തെ 63 വർഷത്തോളം 23 വർഷം അല്ലാണ്ട് റസൂൽ കുത്തു പഠിച്ച് പഠിപ്പാട്ടിയായിട്ടു. അപ്പൊ അല്ലാണ്ട് റസൂലിനെക്കാൾ മേല് ഞങ്ങൾ അല്ലല്ലേ. അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫസ്റ്റ് നാസിലായ ആയത്ത് അഖീമുസ് സലാ അല്ല, ആത്തു സക്കാ അല്ല, സക്കാത്ത് കൊടുക്കലെ റസൂൽ നിസ്കരിക്കുന്നതല്ല. അല്ലാണ്ട് റസൂൽ ജിബ്രീൽ ബന്ത് ഫസ്റ്റ് കൊടുത്ത പൊളക്കായിട്ടുണ്ടോ, ഫസ്റ്റ് കൊടുത്ത ആയത്തായിട്ടോ ഇഖ്റ. റസൂൽ എനിക്ക് ഓത്, റസൂല് പഠിക്കോ, റസൂല് ഓത്, റസൂല് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. റസൂൽ എനിക്ക് ഓതു, എല്ലാത്തും ഉണ്ടാക്കിക്കത്തെ അല്ലാഹുടെ പേരിൽ ഓത് റസൂൽ എന്നായിട്ട്. പിന്നീട് ആയത്തിൽ അല്ലാഹ് കണ്ടിനാക്കേ ആറല്ലാഹു ഖലഖൽ ഇൻസാന മിൻ അലക്, അവനായിട്ടുള്ള നിങ്ങൾ അലക്ക് കൊണ്ട് യൂസ് ആക്കിയോ. അല്ല ഇന്ന നിരീശ്വരവാദിക എത്തിസ്റ്റ് ആൾമാർ അല്ലാഹുടെ കളിയാക്കുന്ന ആൾമാർ അങ്ങനെ സയൻസ് മാത്രമേ ചൊല്ലൂ. ഒരു ഗ്രന്ഥത്തെ ആവശ്യമില്ല, ഒരു റബ്ബില്ല പേത്തേക്ക് ഇതിന്റെ ഭാഗത്ത് നിങ്ങൾ പോയി രണ്ട ചെന്ന് വേദിക കെട്ടി സ്പീച്ച് ആക്കുള്ളൂ. അങ്ങനെ പ്രಕಾರ സയൻസ് ಪ್ರಕಾರ ഒരു കാല സയൻസ് നോക്കി പോയിട്ടായെങ്കിൽ ഞങ്ങൾ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ മനുഷ്യരെ ജനനയെ കേട്ടിട്ടായെങ്കിൽ ഒരു മംഗത്തെ ത്രൂ മനുഷ്യ ഉണ്ടായെങ്കിൽ പഠിപ്പായിട്ടില്ല. അത് ഒരിക്കലും ദീൻ ഇസ്ലാം അംഗീകരിക്കില്ല. അള്ളാഹു ചൊല്ലി ഞാൻ നിങ്ങളെ ഉണ്ടാക്കിയ അലക്ക് കൊണ്ടിട്ടായിട്ടിരിക്കുന്നു, ഞാൻ ഉണ്ടാക്കിയ അള്ളാഹു ചൊല്ലി. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട് തന്നെ വിഷയമായിട്ടുണ്ട്. ഒരു മനുഷ്യരെ അഡ്രസ് അള്ളാഹു നമുക്ക് പഠിപ്പാടുണ്ട്. എന്റെ ചിലപ്പോ പള്ളിക്കമ്മിറ്റിയിൽ സ്ഥാനമാണവരിലെ വ്യക്തിയായിട്ടിരിക്കുക, റായത്തിൽ സ്ഥാനമാണവരിലെ വ്യക്തിയായിട്ടിരിക്കുക, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവറിന്റെ ആളായിട്ടിരിക്കുക, അല്ലെങ്കിൽ കാസിന്റെ ആളായിട്ടിരിക്കുക, അല്ലെങ്കിൽ ചന്തന്റെ ആളായിട്ടിരിക്കുക. അല്ല ചൊല്ലി ഇതെന്തുമില്ലാത്ത കാലഘട്ടം നിങ്ങൾ മുതൽ കഞ്ഞിപ്പോയി നിങ്ങൾ ഓർക്കൊന്നും ചെല്ല അള്ളാഹു മനുഷ്യനെ ദുർബലമായിട്ട് പഠിച്ചതാ. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറ അൽ-വാഖിഅത്തെ 57, 58, 59 ആയത്തിൽ 3 ക്വസ്റ്റ്യൻ കേൾക്കല് മനുഷ്യനെ നിശബ്ദമാക്കാൻ 3 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലാഹു കേൾക്കേ നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. അല്ലാഹ് ചൊല്ലുവേ നാനല്ലേ നിങ്ങൾ ഉണ്ടാക്കിയത്, നാനല്ലേ നിങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ സൃഷ്ടിച്ചത് നാനല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് സത്യസന്ദേശത്തിന് സത്യമായിട്ട് അംഗീകരിച്ചു ഇല്ല? സഹോദരൻ ഞാൻ നിങ്ങൾ ആകാശത്തെ ഭൂതങ്ങളല്ല, ഒരു വിത്ത ഒരു തൈ മറായിട്ട് ഫലായിട്ട് ഒരു മരത്തിന് വന്നങ്ങല്ല. ഇന്ത്യ ഞങ്ങൾ അഹങ്കരിച്ചു മനുഷ്യന്മാരെ സംബന്ധിച്ചിട്ട് അല്ല ചെന്നോല്ലേ നാനായിട്ടുള്ള ഉണ്ടാക്കിയത്, പിന്നെ എന്തിനാ സത്യസന്ദേശം അംഗീകരിക്കില്ല? ആൾമാർ ചെല്ലല്ലേ ഒരേ റബ്ബ് ഒരേ റസൂൽ, അന്തിമ ഒരേ റസൂൽ ഒരേ അന്തിമ ഗ്രന്ഥ ഖുർആനായിട്ടുണ്ടു. ഈ ഒരേ അന്തിമ ഗ്രന്ഥ ഖുർആനായിട്ട് റബ്ബ് കേക്ക് സത്യസന്ദേശം ചെന്നിട്ടെങ്കിൽ അള്ളാഹുടെ അംഗീകരിച്ചിട്ട് അള്ളാഹുടെ ശരീക്കൻ വിശ്വാസം എടുത്തവന്റെ ആൾമാർ സമ്മതിച്ചല്ല കേക്കടേ. എന്റെ സത്യസന്ദേശത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അപരാധം എനിക്ക് ഞാൻ പഠിപ്പാടിയത് ശിർക്കല്ലേ. ആ ശിർക്കന്റെ വിശ്വാസത്തിൽ ആൾമാർ കടന്നു പോയിട്ടില്ലേ? കാരണം ഈ ഖുർആന്റെ വിട്ട് ബന്ധമില്ല, ഇത് മനസ്സിലാക്കില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അള്ളാഹു കേക്കേ
അല്ല ചെല്ലു ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ കൊണ്ടെനിക്കത്തെ ശുക്ല ബിന്ദു കുടിച്ചിട്ട് നിങ്ങൾ ഭയങ്കര അച്ഛനാക്കിടോറാ കണ്ണില്ലാത്ത മൂക്കില്ലാത്ത ബായില്ലാത്ത ശരീരമില്ലാത്ത രണ്ട് പെങ്ങൾ സംബന്ധിച്ച് അള്ളാഹു ചെല്ലേ നിങ്ങൾ ഭയങ്കര അച്ഛനാക്കിടോറാ നിങ്ങൾ ഉണ്ടാക്കിയ വിഷയത്തിൽ അള്ളാഹു ചൊല്ലി അത് കൊണ്ടിട്ട് ഒരു കിടാവ് ഉണ്ടാക്കിയേ നിങ്ങമാ നാനാണ് இந்த உலகத்தில் வச்சிட்டு சூப்பர் பவருக்கு சொல்ல சாத்தியம் நாங்க ഉണ്ടാക്കിയ ശക്തി സൂപ്പർ കപ്പാസിറ്റി ഉള്ള സാധ്യത നാങ്ങൾ ഉണ്ടാക്കിയ ശക്തി റഷ്യത്തിൽ വെച്ചിട്ട് സയന്റിസ്റ്റ് ടീമിൽ വെച്ചിട്ട് വലിയ റിസർച്ച് നടന്നിട്ട് എന്തുകൊണ്ട് ഖുർആൻ അല്ലാഹു ചെന്നല്ലേ മനുഷ്യരെ ഞങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് എന്ത് സാധ്യത മനുഷ്യരെ ഉണ്ടാക്കോ ഞങ്ങൾക്ക് മനുഷ്യരെ ഉണ്ടാക്കി കാട്ട ഡിഗ്രി 4-5 വർഷത്തെ സ്റ്റഡീസ് ആയിട്ട് ഇത്താങ്ങനെ കുറെ തിങ്സ് എടുത്ത് ഞങ്ങൾ മനുഷ്യരെ ഉണ്ടാക്കുക അത് സ്കിന്നിന് കമ്പയറോടെ സ്കിന്ന് പോലെ വേയിച്ച് കണ്ണിന് കമ്പയറോടെ കണ്ണ് പോലെ വേയിച്ച് എല്ലാം ഉണ്ടാക്കിട്ട് അങ്ങ് പശിപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങൾ ഖുർആൻക്ക് ചാലഞ്ച് വെച്ചില്ലേ ഖുർആൻ അല്ല ചെന്നെതിരെ ഞാൻ മാത്രം ഉണ്ടാക്കി ചെല്ലുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കാട്ടില്ലേ പിന്നീട് ആ മനുഷ്യൻ എഞ്ചില്ല ആ മനുഷ്യൻ നടന്നില്ല എന്തേ അതിക്ക് റൂഹിന്റെ മാത്രമായിട്ട് ആ മനുഷ്യൻ എഞ്ചി നടക്കുക ചൊല്ലുമ്പോ ഈ റൂഹ് ഞങ്ങൾ തേടും ചൊല്ലുമ്പോ അങ്ങനെ കയ്യിൽ നിശബ്ദമായിട്ട് ഖുർആന്റെ ത്രൂ അങ്ങനെ സൈലന്റ് ആയിരിച്ചു പോലെ നമുക്ക് സാധ്യമില്ല ഖുർആന്റെ സോപ്പാട്ടം സാധ്യമില്ലാണ്ടായിട്ട് സഹോദര മനുഷ്യനെ ഇന്നൊന്ന് മനസ്സിലാക്കണം ഈ ഖുർആനെ സംബന്ധിച്ചിട്ട് ഈ ഖുർആന്റെ വിഷയത്തില് ദാവ ആക്കിയോല്ലേ ആൽമാർ ചിലപ്പോ നാനുനിങ്ങല്ല അന്യ സമുദായത്തിൽ വെച്ചിട്ട് റബ്ബ് തൗഫീഖ് കൊണ്ടിട്ട് ഹിദായത്തിൽ വെച്ച ആൽമാർ ഹിദായത്തിൽ വെച്ചിട്ട് ആൽമാരായിട്ട് ഇങ്ങനെ ഇന്ത്യ ഖുർആൻ പിടിച്ച് പണിയെടുത്തോളേ ഞങ്ങൾ ഗഫ്ലത്തുള്ള ദുനിയാവ് ബിസിയുള്ള വമൽ ഹയാത്തി ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ നന്റെ ബിസിനസ് നന്റെ വക്ക നന്റെ കച്ചവട നന്റെ എഡ്യൂക്കേഷൻ നന്റെ ജോബ് നന്റെ ഫീൽഡ് നന്റെ ഫ്യൂച്ചർ ഇതിന്റെ ബാക്കിൽ ഓടി കളിച്ചോല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചെന്ന് ബലക്കൊണ്ടു ഹിദായത്ത് കൊടുത്ത ആൽമാർ നൂഹ് നബിയുടെ മോൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല ഇബ്രാഹിമിന്റെ ബാപ്പക്ക് ഹിദായത്ത് കൊടുത്തില്ല ലൂത്ത് നബിയുടെ പെഞ്ഞങ്ങൾക്ക് ഹിദായത്ത് കൊടുത്തില്ല നാനല്ല ഉന്നതമായ റബ്ബും നന്റെ കാണുമ്പോൾ റബ്ബുണ്ട് വാദിച്ച് ഫിറൗനുകളുടെ ഹിദായത്ത് കൊടുത്തില്ല ആ കൊട്ടാരത്തിൽ വെച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തത് ആസിയ ബീവിയായിട്ട് എവരെ ഏറ്റവും താങ്ങും തന്നതായ ബന്ധിക്കത്തെ അബൂ താലിബ് റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തില്ല എന്താ കൊടുത്തില്ല റബ്ബ് ഉദ്ദേശിച്ച ആൾമാർ കൊടുക്കേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് വലിയ സന്ദർഭത്തിൽ ആ ഭാഗത്ത് കടന്നുകൊണ്ടു ചൊല്ലു അബൂ താലിബ് വിളിച്ചു കുഞ്ഞാബ എല്ലാം തീർന്നു പോയിക്കുന്ന ആരും ഇല്ല നിങ്ങൾ ഒന്ന് ചെല്ലറോ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾക്ക് പേരാ ദുആർക്ക ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂലായിട്ട് ഖുർആനിലെ ആയത്ത് വേണ്ടേ ഖുർആനിലെ ആയത്തിന്റെ റസൂലായിട്ട് റസൂലേ നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഹിദായത്തിന് നിങ്ങൾക്ക് സാധ്യമില്ല അത് ഞാൻ ഉദ്ദേശിക്കുന്നു അല്ലാഹു ചെല്ലുമ്പോ ആ കൂട്ടത്തിൽ നാനുണ്ണി ഉള്ള ചെല്ലത് എത്ര വലിയ ഒരു ഭാഗ്യമായിട്ടും സഹോദരന്മാരെ മാത്രമല്ല ഞങ്ങൾ ജവാബ്ദാരി ഫുൾഫിൽ ആക്കി നിങ്ങൾ അല്ല ചെല്ലേ നിങ്ങൾ ഇതാക്കില്ല ഉണ്ടായെങ്കിൽ നിങ്ങൾ ഈ പണി ആക്കില്ല ഉണ്ടായെങ്കിൽ ആദർശ എത്തുപാട്ടിലുണ്ടായെങ്കിൽ ഈ ഖുർആന്റെ സന്ദേശം ആത്മാർ എത്തുപാട്ടിലുണ്ടായെങ്കിൽ അല്ല ചൊല്ലു നീലെ കാണ ബെറ്ററായ സൗണ്ട് ഞങ്ങൾ എത്തുപണ്ട നീലെ കാണ നല്ല സൗണ്ട് ഞങ്ങൾ എത്തുപണ്ട അങ്ങ് ഇബാദത്താക്കിടങ്ങ അള്ളാഹു നല്ല പേടിக்கிறങ്ങ ജസ്കുല്ലങ്ങ നോമ്പ് പിടിക്കങ്ങ റബ്ബിനെ സൂക്ഷിച്ച് മിഞ്ചടിക്കുന്ന ഒരു സൗണ്ട് ഞങ്ങൾ എത്തുപണ്ട ചിലപ്പോ ഞങ്ങൾ ബിസി ആയി പോയ ദുനിയാവിൽ അതിൽ ഫിഗർ ആക്കിയില്ലങ്ങ ഇണ്ടാ സൗണ്ട് റെഡി ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി നോക്കുമ്പോ ഞങ്ങൾക്ക് കാണുകിട്ട് ഖുർആൻ പിടിച്ച് പുൽപ്പെട്ട് ആൾമാര് അന്യ സമുദായത്തെ ആൾമാരുണ്ട് അള്ളാഹു തൗഫീഖ് ഹിദായത്ത് വന്നിട്ടായിട്ട് അങ്ങ് പണിയെടുത്തോളൂ അങ്ങ് ബിസിയുള്ള അങ്ങ് മേടിച്ചിരുന്നില്ലേ അങ്ങ് ഇന്ന് മത്സ്യം ഉണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ഇതാ സ്വൽപ്പം ഒരു ചോദ്യം പോലെ ഞങ്ങൾക്കില്ല അള്ളാഹ് കേൾക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് അം ഹസിബ്ത തദ്ഖുലുൽ ജന്ന നീ എന്ത് വിചാരിച്ചു അത്ര ഈസി ആയിട്ട് നീ സ്വർഗത്തിൽ പോയിട്ട് നിസ്കരിച്ച കൊണ്ടിട്ടു നോമ്പ് നോക്കി കൊണ്ടിട്ടു ഹജ്ജ് പോയി കൊണ്ടിട്ടു സക്കാത്ത് കൊടുത്ത് കൊണ്ടിട്ടു ഒരു ആത്മാർത്ഥമായിട്ട് എഞ്ഞു കൈ ചിന്തിക്കറു സുബൈ ജൻട്രാക്കാത്ത് നിസ്കാരത്തില് എത്ര ഞങ്ങളെ മൈൻഡ് എത്ര ഞങ്ങൾ ഹാർട്ട് എത്ര കോൺസെൻട്രേഷൻ ഞങ്ങൾ നിസ്കാരത്തിന്റെ തിന്നാ ഇല്ലാണ്ടാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയില്ലേ കൂടെ മനസ്സിലാക്കണു സഹോദരൻ ദുനിയാവ് കണ്ടെങ്കിൽ എംബ്രിയോളജി ഭ്രൂണശാസ്ത്ര സ്റ്റഡിയാക്കിങ്കത്തെ വേൾഡ് കണ്ട് ടോപ്പ് സയന്റിസ്റ്റുമാർ ലിസ്റ്റിൽ പേരുണ്ടോ ഡോക്ടർ കീത്ത് മോശമുള്ള പേരുണ്ടോ 1984 JCB grants ദുനിയാവിൽ അവാർഡ് പേഴ്സൺ ആയിട്ട് അയാൾ ബുക്ക് ചെയ്തിട്ട് ഡെവലപ്പിംഗ് ഹ്യൂമൻസ് എടുത്ത് ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് പ്രൊഫസർ പണിയാക്കിയ ആളെടുത്ത് ബയോളജിക്കൽ സയൻസിൽ വെച്ചിട്ട് ഇന്റർനാഷണൽ MD ആയിട്ട് പണിയൊക്കെ വ്യക്തിയായിട്ട് അയാൾ ബുക്ക് ചെയ്തിട്ട് ഡെവലപ്പിംഗ് ഹ്യൂമൻസ് എടുത്ത് ഈ ഡെവലപ്പിംഗ് ഹ്യൂമൻസ് ഉള്ള ബുക്ക് അണ്ട് ദുനിയാവിൽ ഫേമസ് ആയ ബുക്കായിട്ട് 1981 7 ഭാഷയില് ഭാഷാന്തരായ ബുക്കായിട്ട് അതായിട്ട് മനുഷ്യരെ സംബന്ധിച്ച് ഉഗമത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയ ബുക്കായിട്ട് അങ്ങനെ 1971 സൗദി അറേബ്യത്തെ ദമാം നടന്നിട്ട് 7ാമത്തെ മെഡിക്കൽ കോൺഫറൻസിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അണ്ട് അതിലെല്ലാം ഒരു സന്മാനാക്കിട്ട് അതിന്റെ മുണ്ട് ചെന്നപ്പോ എന്തിനായിട്ട് നിങ്ങക്ക് ഈ ബുക്കിൽ ഇത്ര സ്റ്റഡീസ് കാരണം ചെല്ലുമ്പോ അതിൽ ചെന്ന പലക്കായിട്ടുണ്ട് നന്റെ സ്റ്റഡീസ് കാരണമായിട്ട്
ആയത്തായിട്ടുണ്ട്. അന്യ സമുദായത്തിൽപ്പെട്ട സഹോദരൻ ചൊല്ലേ, ഞാനിങ്ങനെ സ്റ്റഡീസ് ആക്കുമ്പോ 3-4 വർഷം സ്റ്റഡീസിൽ എനിക്ക് ഒരു കൺക്ലൂഷൻ കിട്ടില്ല, എനിക്ക് കൺഫ്യൂഷൻ ആയി പോയിച്ച്. ഖുർആന്റെ ആയത്തില് നക്ക് അറബി ഓത് പറയാത്ത ഞാന് അതിനർത്ഥം നോക്കി, അതിനർത്ഥം ഇങ്ങനെ ഞാനല്ലേ നിങ്ങൾ ഉണ്ടാക്കിയോ. പിന്നെ എന്താണ് ഞാൻ സന്ദേശത്തെ അംഗീകരിക്കില്ല, ആ സന്ദേശം ഏത് ഖുർആനായിട്ടുണ്ട്. ഇങ്ങനെ ഖുർആന്റെ സ്റ്റഡി ആക്കിയിട്ട് പിന്നെ ഡീപ്പ് സ്റ്റഡിക്കിട്ട് ആയത്തായിട്ടുണ്ടു സൂറ അൽ മുഅ്മിനിന്റെ 12-13 ആയത്ത്. അതിൽ അല്ലാഹു ചൊല്ലേ, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. അല്ലാഹു ചൊല്ലേ ഫസ്റ്റ് മണ്ണിന്റെ സത്വകൊണ്ടാണ് ഉണ്ടാക്കിയ. പിന്നെ മണ്ണിന്റെ ഡീപ്പ് സ്റ്റഡിക്ക് പോകുമ്പോ അത് ഒരു അംശം ഇട്ട് തടിയിൽ വെച്ച് മണ്ണിന്റെ അംശം ഇട്ടിക്കറ്, ഇത് കണക്ട് ആണ്. രണ്ടാമത്തെ വിഷയം ഇട്ടിക്കറ് അല്ലാഹു ചൊല്ലേ, സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മകീൻ. അല്ലാഹു ചൊല്ലേ വിശിഷ്ടമായ സുരക്ഷിത ജാഗത്തിലായിട്ടിക്കറ് നിങ്ങൾ വെച്ച് ആ ശുക്ല ബിന്ദുരെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 3 ലെയറായിട്ട് വെച്ച് അതിനെ സ്റ്റഡീസ് ആക്കുമ്പോഴേക്കറ് എനിക്ക് വണ്ടറായി പോയി, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്ത് ഖുർആൻ, ഇതൊരു മിറാക്കിൾ അല്ലേ? അപ്പൊ അവിടെ ആൾമാർ കേൾക്കണു. അപ്പൊ ഡോക്ടർ കീച്ചുമൂർ ഇത് അപ്പുഴ പക്കൽ പോലെ ഗ്രന്ഥാശ നമ്പുടോറാ അതിൽ തലക്കീഴ്ചൊല്ലു എങ്ങനെ ഇല്ല ചൊല്ല സാധ്യനക്ക് 1400 വർഷങ്ങളോളം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരു പഠനത്തെ റിസർച്ചിങ് സെന്റർ ഇല്ലാത്ത, ഡോക്ടേഴ്സ്മാരില്ലാത്ത, സയന്റിസ്റ്റ് ഇല്ലാത്ത, ഒരു ടീം ഇല്ലാത്ത സന്ദർഭത്തില് മരുഭൂമിയിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഭൂമശാസ്ത്ര എംബ്രോളജി വിഷയത്തില് ആൽമാർക്ക് ഈ ബുക്ക് പിടിച്ച് ബയാനാക്കുണ്ടാകുമ്പോ ഇത് എങ്ങനെ ചൊല്ല സാധ്യ? മാനവ കൽപ്പിത ഗ്രന്ഥ ഇല്ല, ഖണ്ഡിതമായിട്ട് റബ്ബ് പക്കൽ വന്ന ഗ്രന്ഥായിട്ടുണ്ടായിട്ടിക്കറ്. ആറ് മെസ്സേജ്, ആറ് ദുനിയാവ് ഖുർആൻ മെസ്സേജ് കൊടുത്ത് അന്യ സമുദായത്തെ ആൽമാറായിട്ട്. രണ്ടാമത്തെ വിഷയം മനസ്സിലാക്കണോ, റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ സൂറ അന്നൂർ 40 ആയത്ത് ചൊല്ലൊരു ഫലക്കുണ്ട്. സത്യം നിഷേധിച്ച ആൾമാർ അങ്ങ് എത്ര അമലാക്കിയെങ്കിൽ അത് ഡീപ്പ് ഡാർക്ക്നെസ് പോലെ ഇട്ടിട്ടുണ്ട്, കടലിലെ ഡാർക്ക്നെസ് പോലെ ഇട്ടിട്ടുണ്ട്. കടലിലെ ഡാർക്ക്നെസ് അങ്ങനെ കൈപ്പോൾ ഗോചരിക്കോ സാധ്യമില്ലാത്ത ഡാർക്ക്നെസ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് വഴിപാടി ഇതിന് തമാശാക്കിന്റെ ഒരു ടീം ഇന്ന് സയന്റിസ്റ്റ് മാറ്റുന്നോ ഒന്ന് കടലിലുണ്ട് ഡാർക്ക്നെസ് അല്ലേ ഞങ്ങൾ ഒന്ന് വിസിറ്റ് ആക്കണം. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വിസിറ്റിൽ വന്നെനിക്കത്തെ ഒരു ഇൻഫർമേഷൻ വീടുക. അല്ലാഹു അക്ബർ. അങ്ങനെ ചെല്ലേ 40 മീറ്റർ കടലിൽ 40 മീറ്റർ കീഴ് പോയിട്ടെങ്കിൽ അവിടെ ഭയാനകമായി ചിന്മയായിട്ടുണ്ട്. ഒരു ഇൻസാൻ അവന്റെ കപ്പാസിറ്റി യൂസ് ആക്കിയിട്ട് സബ്മറീൻ ടെക്നോളജിയും ഓക്സിജൻ എടുത്തു പോയിട്ടെങ്കിൽ 200 മീറ്റർ മാക്സിമം കീഴ് പോക. അതിൽ എന്തു കാണില്ല, വല്ലാത്തൊരു സൗണ്ട് ആയിട്ട് കേട്ടോണ്ടിക്ക്. ആ ദുനിയാവിന്റെ റബ്ബ് ചോദിച്ചു അതിന് കീഴ് കൊടുക്കാൻ വെച്ച പോ സാധ്യമില്ല, ആ കടൽ വർക്കം വെച്ച് പോ സാധ്യമില്ല. റബ്ബ് ഞങ്ങൾക്ക് പടിപ്പാട്ടി ഒരു ശൈലി നോക്കണം. അല്ലാഹു ചൊല്ലി നിങ്ങളെ കൈപ്പോൾ ഗോചരിക്കോ സാധ്യമില്ല. എന്തേ ഞങ്ങൾ തടിയിൽ വെച്ചിട്ട് ആരെങ്കിലും അറ്റാക്ക് പറഞ്ഞ അല്ലെങ്കിൽ എന്ത് ആക്ഷൻ ആക്കുമ്പോ ഈ കൈയൊന്ന് പഞ്ചുകൊണ്ടിരിക്കണം. മാക്സിമം ഈ കൈയൊന്ന് പഞ്ചുകൊണ്ടിരിക്കും. ഇവൻ ഞങ്ങൾ മൊബൈൽ ഉണ്ടോ പോലും ആക്ഷൻ പഞ്ചുകൊണ്ടിരിക്കും. എന്തേ അത് മാനവ സഹജമായിട്ടുള്ളത്. അല്ല ചെല്ല് നിങ്ങൾ 200 അല്ലെങ്കിൽ മനുഷ്യന്മാർ ഈ സയന്റിസ്റ്റ് ആത്മാർച്ചുണ്ട് 200 മീറ്റർ കീഴിൽ പോയിട്ടായെങ്കിൽ ഈ കൈ പോലും ഗോചരിക്കും സാധ്യമില്ല, അത്ര ഡാർക്ക്നെസ് ആയിട്ടുണ്ട്. മാത്രമല്ല ഖുർആൻ അല്ലാഹു ചൊല്ലേ മറജൽ ബഹ്റൈനി യൽതഖിയാൻ. സൂറ റഹ്മാൻ അല്ലാഹു ചൊല്ലേ മറജൽ ബഹ്റൈനി യൽതഖിയാൻ. 2 കടലുണ്ട്, അതിന്റെ പരസ്പര കൂടുപാട്ടുണ്ടാക. മാത്രമാ ഒന്ന് അത് ടച്ച് ആവില്ല. ആമത്ത് തന്നി ഈമത്തേക്ക് പോണില്ല, ഈമത്ത് തന്നി ആമത്തേക്ക് പണ്ടില്ല ഉണ്ടായിട്ടിക്കണ്. അതിലെ റീസെന്റ് സ്റ്റഡീസ് ആയിട്ട് കണ്ടുപിടിച്ച് സഹോദരന്മാർ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് തങ്ങി വെച്ച് മിക്സ് ആക്കി ഞങ്ങൾക്ക് സാധിക്കുക. പാലൊന്ന് വേറാക്കുന്നു, തന്നി ഒന്ന് വേറാക്കുന്നു. ഒരു ഗ്ലാസ് വിഷയാക്കി ഒന്ന് മനസ്സിലാക്കുക, കടൽ വിശാലതയും മനസ്സിലാക്കുക. അങ്ങനത്തെ കടൽ വെച്ചിട്ട് 2 തന്നി പരസ്പര കൂടാത്ത പോലെ അല്ലാഹു ചന്ദ്രനെ ഞങ്ങൾ പറഞ്ഞിട്ട് ചെല്ലുമ്പോ അത് സ്റ്റഡീസ് ആക്കി ആൾമാർ ചൊല്ലു 40 മീറ്ററിൽ സബ്മെറിൻ ഇല്ലാണ്ട് കടലിലേക്ക് പോകും സാധ്യത ചെല്ലുമ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനായിട്ടിക്കറ് ഇതിന് മുഖാന്തരം ಖಂಡಿತವಾയിട്ട് ഇതൊരു മാനവ കൽപ്പിത ഗ്രന്ഥമല്ല, ഇത് റബ്ബിന്റെ പക്കൽ ഗ്രന്ഥമായിട്ടുള്ള ചൊല്ല് എത്ര ആൾമാർ ദീൻ സ്വീകരിച്ചു. മാത്രമല്ല സഹോദരന്മാർ നോക്കേ ക്രൈം വിഷയം എടുക്കാം. എന്തൊരു ക്രൈം ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് നോക്കേ അങ്ങനെ ഫിംഗർ പ്രിന്റ്സ് ആയിട്ടുണ്ട്, വിരളച്ചുണ്ടായിട്ടിക്ക് അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ വെച്ചിട്ട് ദാവാ രംഗത്തിൽ ആദർശമായിട്ട് ആൾമാർ ചെന്ന് കൊടുക്കുമ്പോ അവിടെ മക്കത്തെ മുശ്രിക്ക് തമാശ ആക്കും. മുഹമ്മദ് വല്ലാത്തൊരു ദീനെടുത്തു പത്ര ഇത്ര ദൈവത്തിനെ കൈവിട്ടിട്ട് മുഹമ്മദ് ചെല്ലേ ഒരു ഇലാഹില്ല, ആ റബ്ബിനെ മാത്രമേ ആരാധിക്കുള്ള ഒരു വല്ലാത്ത അജബായ ദീനല്ലേ. ഈ ദീനം നമുക്ക് അംഗീകരിക്കാൻ സാധ്യമില്ല. പിന്നെ മുഹമ്മദിന്റെ ദീന്റെ പ്രകാരം ഞങ്ങൾ മറിച്ചിട്ട് മണ്ണായിൽ പിന്നെ ഞങ്ങളെല്ലാം മേടിച്ച് മണ്ണിൽ പോയി പിന്നെ ഞങ്ങൾ ഈ ഹയാത്താക്കുള്ള എന്ത് വല്ലാത്തൊരു അജബായ ദീൻ മുഹമ്മദ് ദീൻ ചെന്ന് മക്കത്തെ മുശ്രിക് തമാശാക്കപ്പ. അപ്പൊ സുബ്ഹാനഹു വ തആല ഖുർആൻ ചൊല്ലേ വലാ ഖാദിരീന അലാ അൻ നുസവ്യ ബനാന. അല്ലാഹ് ചൊല്ലേ നിങ്ങൾ ഫിംഗർ പ്രിന്റ്സ് ഇല്ലേ
അത് നോക്കൂ സഹോദരന്മാർ, ആദം നബി പിടിച്ചിട്ട് ഇന്ന് ദുനിയാവ് ഖിയാമത്ത് എന്ത് തോമന്റെ മനുഷ്യന്മാരുടെ ഫിംഗർ പ്രിന്റ്സ് ഒരു കോപ്പിക്കോ സാധ്യമില്ല അല്ല ചെല്ലി അത് ശക്തമായിട്ട് ഉണ്ടാക്കോ സാധ്യമില്ല. നമുക്ക് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങളെ തിരിച്ചു ഉണ്ടാക്കോ സാധ്യമില്ല, നിങ്ങളെ തിരിച്ചു ഉണ്ടാക്കോ സാധ്യമില്ല. അള്ളാഹു കേക്ക് കാരണം എന്ത് കേൾക്കോ? കാരണം എന്ത്? അല്ല ചെല്ലി അള്ളാഹുടെ സോപ്പാട് സാധ്യമില്ലാണ്ടായിട്ടുണ്ട്. എപ്പോഴും ആർക്കും സോപ്പാട് സാധ്യമില്ല. എത്ര വലിയ ഫാഷൻ ആൾമാർ ബന്ധെങ്കും അത് 2 വർഷമായ ആൾമാർ ബന്ധെങ്കും ഇന്ന് ഖുർആനിൽ എത്ര ഫിത്ന ആക്കിയെങ്കിൽ പോലും ഇതിനെ സംരക്ഷിക്കണേ അല്ലായിട്ടുള്ള ഇതിലാരും ഖുർആൻ ശൈലി 114 സൂറത്തുണ്ട്. 114 സൂറത്തില് 113 ചാൻസസ് ഇല്ല. ഖിയാമത്ത് നാലാകുമ്പോ അത് 114 അത് 114 114 സൂറത്തായിട്ടുണ്ട്. 114 അത് അല്ല സംരക്ഷിക്കുക സഹോദരന്മാരെ. ഓരോ ബാരിഫ് പോലും ചേഞ്ചസ് സാധ്യമില്ല. ഖുർആനെ നമുക്ക് എന്തും ചേഞ്ചസ് ആക്കോ സാധ്യമില്ല. ഖുർആനെ ചേഞ്ചസ് ആക്കണ്. ഖുർആൻ മനുഷ്യരെ കൽബ് സോഫ്റ്റ് ആക്കണ്. കഠോരമായിരിക്കട്ടെ, ഹൃദയത്തെ കൽബ് തെല്ലും കിർഫില്ലാതിരിക്കട്ടെ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതിഹാസം മനസ്സിലാക്കണ്ടെങ്കിൽ മനുഷ്യന്മാരെ കൊന്നോണ്ടും തറോടാക്കിയോണ്ടും കലാട്ടാക്കിട്ട് ഇൻസാനാക്കിട്ട് പിന്നീട് ഇസ്ലാം ഇതിഹാസം പഠിക്കട്ടെ. അള്ളാഹ് ഹിദായത്ത് കൊടുത്തേക്ക് ആ വ്യക്തിയുടെ ഇതിഹാസം നോക്കണു. നമ്മുടെ ഖുർആന്റെ വചനം കേട്ട് പിന്നീട് സോഫ്റ്റ് ആയ അത്ര അഹങ്കരിച്ച മനുഷ്യ പിന്നീട് ലൈഫില് ഒരേ ഒരു പേടി വന്നേ, അള്ളാഹ് മാത്രമേ പേടി വന്നേ. ഖുർആൻ ആ ഇൻസാന്റെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ചസ് ആക്കി എത്തിച്ചുള്ളത് ഇസ്ലാം ഇതിഹാസ പ്രസിദ്ധമായ ഒരു ചരിത്രമായിട്ടുണ്ട്. അവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ കൽപ്പടെ ഖുർആൻ സോഫ്റ്റ് ആക്കും സഹോദരന്മാർ. അങ്ങനത്തെ മുട്ടപ്പോയിട്ടില്ല. മാത്രല്ല റബ്ബ് സുബ്ഹാനഹു വ തആല വഫിൽ ആലി ആയാതുൽ ലിൽ മൂഖിനീൻ അല്ലാഹ് ചെല്ല ദുനിയാവിൽ വെച്ചിട്ട് നിങ്ങൾക്ക് റബ്ബിനെ മനസ്സിലാക്കാൻ ചൊമ്മത്തെ സിദ്ധാന്തമുണ്ട്. ആകാശം പില്ലർ നിപ്പാട്ടി ആകാശമായിട്ടുണ്ട്. ഇത് നിന്റെ ഇതിൽ സപ്പോർട്ട് കൊണ്ടിട്ടായിരുന്നു. ഈ ഭൂമി പന്താത്ത പോലെ അള്ളാഹു നിപ്പാട്ടിയത് മനുഷ്യന്മാരെ നോക്കുമ്പോ ആകാശത്തെ മലബണ്ട് ഭൂമിയിലെ പ്യൂർ വാട്ടർ കിട്ട് ഇതെല്ലാം അള്ളാഹുന് മനസ്സിലാക്കുന്ന തൗഫീഖ് ഒരു വാക്യമായിട്ടുള്ള അല്ല ചെല്ലേ വിശ്വാസിക ഇതിനെ കുറിച്ചിട്ട് അങ്ങെപ്പം ആലോചനക്കണിക്കണം. സുബ്ഹാനല്ലാഹ് എങ്ങനെ ഇത് മലബണ്ട്, സുബ്ഹാനല്ലാഹ് എങ്ങനെ തന്നി വന്നോല്ലേ, സുബ്ഹാനല്ലാഹ് എങ്ങനെ ഫുഡ് വന്നോല്ലേ, അങ്ങ് പ്രതി ഒരു വിഷയത്തെ ആലോചന അള്ളാഹു ചെല്ലേ. മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു വ തആല വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ അല്ലാഹു ചെല്ല അത്ര ദൂരം പോണു. സയൻസ് എന്തിനാ പോണു വെച്ച് നിങ്ങൾ മുണ്ട നാണ് അല്ലാഹു ചെല്ലേ വിശ്വാസിക്ക് അങ്ങനെ ശരീരത്തിലെ വെച്ചിട്ട് ദൃഷ്ടാന്തം ഉണ്ട് ചൊല്ലും നാണു നിങ്ങൾ മനസ്സിലാക്കണു. നോക്കിയുള്ള കണ്ണ് ഒരു മെഗാ പിക്സൽ ഇതുപോലെ വേൾഡിൽ ഒരു മൊബൈൽ ഉണ്ടാക്കാൻ സാധ്യത കണ്ണു പോലത്തെ കണ്ണ് അല്ലെ. ഒരു മൊബൈൽ എടുക്കുമ്പോ ഒരു ലാപ്ടോപ്പ് എടുക്കുമ്പോ GB നോക്കാം, പ്രൊസസ് നോക്കാം, റാം നോക്കാം. എന്റെ മൊബൈൽ ഹാങ് ആവത്തില്ല. സഹോദരന്മാർ ഗുണിയുണ്ട ഞങ്ങൾ ഈ ബ്രെയിനിൽ ചൊല്ലുന്നതല്ലേ 2 കോടി ഇൻഫർമേഷൻ ബേക്കോ സാധ്യത ബ്രെയിൻ ആയിട്ടുണ്ട്. ഈ ബ്രെയിനിൽ വെച്ചിട്ട് ഒരു നരമ്പ് അപ്രിപ്രായെങ്കിൽ പിന്നെ അവരുടെ പേര് മാനസിക അസ്വസ്ഥ ആയിട്ടുണ്ട്. മാത്രല്ല ഞങ്ങൾ ഈ കാവ് നോക്കിയെങ്കിൽ 15,000 ഗ്രാഹകോശല കാതായിട്ടുണ്ട്. ഭ്രൂണത്തിൽ 22 ഒരു ഹാർട്ട് ബീറ്റ് തുടങ്ങി ഇൻഡു ഞങ്ങൾ ലെഫ്റ്റ് സൈഡ് കൈവച്ചെങ്കിൽ വല്ലാത്തൊരു സൗണ്ട് ഉണ്ട്. അത് ഹാർട്ട് സൗണ്ട് ആയിട്ടുണ്ട് സഹോദരന്മാരെ. ഞങ്ങൾ ഹാർട്ട് സൗണ്ട് ആയിട്ടുണ്ട്. ചിലപ്പോ ഈ ഹാർട്ട് വാല്യൂ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടിക്കല്ലേ റബ്ബേ നക്ക് നീ കണ്ണ് തന്ന റബ്ബേ അൽഹംദുലില്ലാഹ്, റബ്ബേ നക്ക് നീ ഹാർട്ട് അൽഹംദുലില്ലാഹ് ഞങ്ങൾ ചെന്നിട്ടിക്കല്ലേ. ചിലപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് ഹാർട്ട് പേഷ്യന്റ് അങ്ക എനിക്ക് എൻഡോപ്ലസ് സർജറി നോക്കണമെങ്കിൽ മനസ്സിലാവും. ഒരു ബ്ലോക്ക് വന്നേക്ക് 3-4 ലാഖായിട്ട് ചാർജസ് ആക്കിയോണ്ടില്ലേ. ഹാർട്ട് മനസ്സിലാക്കണം. ഹാർട്ട് പേഷ്യന്റ് നോക്കുന്നു. അല്ലെങ്കിൽ ഡയാലിസിസ് ആവണല്ലേ. അല്ലാഹു അക്ബർ വിക്ക് കൊടുത്തുണ്ട ഒരു ഇൻസാന്റെ തടിയിൽ വെച്ചിട്ട് അവിടെ ഹൃദയം ഉണ്ടല്ലേ. ഒരു ഗಂಟೆಗೆ 300 ലിറ്റർ, ഒരു ഗಂಟೆಗೆ സരാസരി 300 ലിറ്റർ ആയിട്ട് ഹാർട്ട് ബ്ലഡ് പമ്പ് ആയിട്ട് ആറ് ഓപ്പറേറ്റ് ആക്കിയല്ലേ. ഇതില് സിസ്റ്റം ഓപ്പറേറ്റ് ആക്കിയല്ലേ. ആറ് ഫങ്ഷൻസ് ആക്കിയുള്ള സഹോദരന്മാരെ. ചിലപ്പോ ഇതിന്റെ വാല്യൂ മനസ്സിലാവണ ഡയാലിസിസ് ആക്കാൻ ആൾമാരെ മുട്ടപ്പോയ ഞങ്ങൾക്ക് കാണിക്കിട്ട് ഒരു ബ്ലൂ ട്യൂബും ഒരു റെഡ് കളർ ട്യൂബ് ആയിട്ട് ചോര പോണ്ടിത് പണ്ടിത് ഞങ്ങൾക്ക് കാണിക്കിട്ട് ഞങ്ങൾ തന്നെ ഒഴുക്കം ഞങ്ങൾക്ക് ഡയാലിസിസ് ആക്കിയിട്ടിക്കല്ല, ഒഴുക്കം ഓപ്പറേറ്റ് ആക്കിയിട്ടിക്കല്ല. അള്ളാഹു ഓപ്പറേറ്റ് ആക്കിയുള്ള ഞങ്ങളെ കണ്ടിട്ടുള്ള എന്തും നാനില്ല, നാണ് വിചാരിച്ചവരെ എന്തും ഇല്ല. ഇതൊരു മൗത്ര വിഷയം ഞങ്ങൾ കേട്ടാ. ഇന്നാലെ സ്കൂളിൽ പോയിട്ട് ഡ്യൂട്ടി ആക്കി വന്ന ആള് ഒരു ബസ്സിൽ പണിയാക്കിയ ആളായിട്ട് ഉണ്ട്. അതിനകത്ത് ജാല് ബസ് ഉണ്ട്, ബട്ട് അയലില്ല, മൗത്തായി പോയി ഹാർട്ട് അറ്റാക്ക്. ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കലേ മനുഷ്യാച്ചൂടി ഇത്ര വേറെ എന്തും ഇല്ല, ഞങ്ങൾ എന്തും ഇല്ല. ചൊല്ലണം കേൾക്കണിങ്ങ ഞങ്ങൾ എത്ര അഹങ്കരിച്ചിട്ട് അല്ല ചെല്ലണിങ്ങ ദുർബലമായിട്ടുള്ളൂ. നിങ്ങൾ എന്തും ഇല്ല, നിങ്ങൾ അല്ല ചെന്നോണ്ടല്ലേ. ഇവിടെ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ. അത് മാത്രല്ല ഞങ്ങളെ കണ്ണോന്ന് നിങ്ങൾ നോക്കണു. റെറ്റിനം, ഓപ്റ്റിക് നരമ്പ് ഇതെല്ലാം ആര് ഞങ്ങൾക്ക് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളേ. മാത്രല്ല ഇതെല്ലാം ഉണ്ടാക്കി തന്നെ റബ്ബ് ഞങ്ങളുടെ എന്തും കേട്ടോണ്ടില്ല.
ഞങ്ങളുടെ എന്തും കേട്ടോണ്ടില്ല. അള്ളാഹുവിന്റെ പർപ്പസ് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ ജസ്റ്റ് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് കയ്യിൽ നരമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ 300-500 ചാർജ് എടുക്കും. ഒരു ബ്രീതിങ് പ്രോബ്ലം ആയിട്ടെങ്കിൽ ഐസിൽ ഉറങ്ങിയിട്ടെങ്കിൽ 1 നാൾക്ക് 4-5 ചാർജ് കിട്ടും. ഈ ദുനിയാവിൽ വെച്ചിട്ട് എത്ര വർഷം വന്നിട്ട് എത്ര ഓക്സിജൻ യൂസ് ആക്കണ, എത്ര തണ്ണി കുടിച്ചടങ്ങ. റബ്ബു സുബ്ഹാനഹു സംവിധാനം ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ നീ തന്നെ യൂസ് ആക്കിയ ഓക്സിജൻ കാസ്തം ഞങ്ങൾ എവിടേക്ക് പോണ്ടേ, ഏത് കൊണ്ടേ വർഷത്തിൽ വെച്ചിട്ട് റിസർച്ച് ആക്കി ആൾമാർച്ചുള്ള പലകൊണ്ടു ഈ ദുനിയാവിൽ എന്തായെങ്കിൽ 1 മിനിറ്റ് 34 സെക്കൻഡ് 1 മിനിറ്റ് 34 സെക്കൻഡ് ദുനിയാവിലെ എൻറ്റയർ ഓക്സിജൻ മേല് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീവി പോലും ഒളിയോ സാധ്യമില്ലാണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഓക്സിജൻ പ്രൊവൈഡ് ആക്കുന്ന ആളായിട്ടുള്ള അള്ളാഹുമായിട്ടുള്ള റബ്ബ് മനസ്സിലാക്കിയെങ്കിൽ ഞങ്ങളെ പണി തീർക്കൊക്കെ സെക്കൻഡ് ചുമ നാലെന്തില്ലാണ്ടായിട്ട് അള്ളാഹു ഞങ്ങൾ ഉണ്ടാക്കി കാശ് കൊണ്ട് മുതൽ കൊണ്ട് അഹങ്കരിക്കുമല്ല. റബ്ബ് തന്നെ പർപ്പസ് മനുഷ്യൻ ജിന്നിനെ പഠിച്ചേ അള്ളാഹു ആരാധിക്കും മാത്രമായിട്ടു. അപ്പൊ ഈ ആരാധന വെച്ചിട്ട് ഇന്ന് കുറെ ആൾമാറുള്ളൂ. എനിക്ക് എന്തും വേണ്ട, എന്റെ ദീനും വേണ്ട, എന്തും വേണ്ട. അങ്ങൊന്ന് ചൊല്ലു, ഇങ്ങൊന്ന് ചൊല്ലു, ആ ഗ്രൂപ്പ് ഒന്ന് ചൊല്ലു, ഈ ഗ്രൂപ്പ് ഒന്ന് ചൊല്ലു. ഞങ്ങൾ മുസ്ലിം ആയിട്ടുള്ള, ഞങ്ങൾ പോണെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടുള്ള, ഞങ്ങൾ തൗഹീദ് ആയിട്ടുള്ള, ഞങ്ങൾ പന്നിന്റെ ഗ്രൂപ്പ് ആയിട്ടുള്ളൂ. ഏതായിട്ട് ഹക്ക് ചെന്നിട്ട് ഞങ്ങൾ കൺഫ്യൂഷൻ ആക്കില്ല. നാളെ റബ്ബിനെ പോയിട്ട് ഞങ്ങൾ തെറ്റിഞ്ഞില്ല ചൊല്ലുകില്ല. എന്തേ റബ്ബ് ഖുർആൻ നിങ്ങൾ എന്റെ പാശത്തെ കട്ടിപ്പിടിക്കും, റബ്ബിന്റെ സന്ദേശം ഖുർആന്റെ കട്ടിപ്പിടിക്കൂ. നിങ്ങൾ ഇഖ്തിലാഫ് കടന്നു വന്നിട്ടായി നിങ്ങൾ വണങ്ങും ഖുർആനും റസൂലും കാട്ടി തെറുകായിട്ടും ചെല്ലുമ്പോ ഞങ്ങൾ എന്ത് കൺഫ്യൂഷൻ ആവും. ഞങ്ങൾ കൺഫ്യൂഷൻ കാരണമായിട്ടുണ്ടോ ഈ ഖുർആൻ ഞങ്ങൾ പഠിച്ചില്ല, ഈ ഖുർആന്റെ മുട്ട ഞങ്ങൾ പോയില്ല, ഖുർആൻ നിങ്ങൾ റെസ്പെക്ട് ആക്കില്ല. ഇന്ത്യയോട് കോർട്ടിൽ നിങ്ങൾക്ക് ബലമുണ്ടാ, സ്റ്റേഷനിൽ നിങ്ങൾക്ക് ബലമുണ്ടാ. മുസ്ലിംസ് എന്നെങ്കിൽ ഒരു താഴ്ത്തിയ വർഗമായിട്ട് ഞങ്ങൾ നോക്കിയത് എന്തേ ഇസ്സത്തില്ലാത്ത ആന്മാരണ ദുനിയാവ് ഇസ്സത്ത് ലെസൺ പഠിപ്പാട് റസൂൽ ഞങ്ങൾ ലെസൂൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനൂൻ പരിപാടി ആളായിട്ട് എല്ലാത്തിനും ടോപ്പ് കാറ്റഗറി ആളായിട്ടുണ്ട്. അങ്ങനത്തെ റസൂൽ ഉമ്മത്തി എന്റെ ബലിയില് ചെന്നിട്ടായി നാളെ മാഷാ മൈതാനത്തില് റസൂൽ ചൊല്ലക്കൊണ്ടു റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. റസൂൽ ചൊല്ലേ തല കീറിട്ട് ചൊല്ലേ റബ്ബാ നിന്റെ ഖൗമിന്റെ ആൾമാർ ഞാൻ ഖുർആന്റെ കടകളിച്ചു അല്ലാഹുവേ. എന്റെ പള്ളി സെൽഫ് ഖുർആനില്ലേ, ഔത്ത് സെൽഫ് ഖുർആനില്ലേ, ഇഷ്ടം പോലെ ഖുർആൻ ഉണ്ട്, ഇഷ്ടം പോലെ ഖുർആൻ ഓതും ടൈമില്ല, ബിസി നങ്ങ ഖുർആൻ നിങ്ങൾക്ക് വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചൊല്ല പലകൊണ്ട് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹു ചൊല്ലി ഖുർആൻ നിങ്ങൾക്ക് ഉപദേശത്തെ നിങ്ങൾക്ക് സുലഭമാക്കി തന്നന. നിങ്ങൾ ആരുടെ ഉപദേശം സ്വീകരിക്കാങ്ങ. ഒന്ന് ദുനിയാവിനെ സംബന്ധിച്ച് ഞങ്ങളെ മക്കൾ ഞങ്ങളുടെ ഹാലത്ത് നിങ്ങൾ മനസ്സിലാക്കും. ഞങ്ങളെ മക്കൾ ചൊല്ല ഒരു ഡോക്ടർ എഞ്ചിനീയർ ബാലൻസ് പഠിക്കണമെങ്കിൽ മോനെ അല്ലെ മോളു കഷ്ടമുണ്ട്, കഷ്ടപ്പെട്ട് നീ പടി, നിന്റെ ഫ്യൂച്ചർ നല്ല ഡിഗ്രി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞങ്ങളുടെ മക്കൾ ഡിഗ്രി എടുപ്പാട്ടിയുള്ള അല്ല ചൊല്ല ഖുർആൻ ഈസി ഉണ്ട്, ഖുർആൻ ഈസി ഉണ്ട്. ആളുകൾ ഖുർആൻ പഠിക്കാൻ കേൾക്കുമ്പോ ആർക്ക് നിൽക്കില്ല നന്റെ മോൻ ഓഫീസായിട്ടുള്ള, നന്റെ മോൻ ആലിമായിട്ടുള്ള ഞങ്ങൾ ഇതുപോലെ ചിലക്ക് സംഖ്യക്കാർക്ക് സമുദായം മാറിപ്പെട്ട് കൊണ്ടായിട്ടിക്കര്. ഈ സമുദായം ഇങ്ങനെ ആയത് കൊണ്ടിട്ടായിട്ടിക്കര്, ഈ ഖുർആന്റെ കടക്കച്ച കൊണ്ടായിട്ടിക്കര്. എവിടെ പോയി ഞങ്ങൾക്ക് ഇസ്സത്തില്ല, എവിടെ പോയി ഞങ്ങൾക്ക് ബലയില്ല. അധികാരം കിട്ടിയ ബല കിട്ടു, കാശ് കിട്ടിയ ബല കിട്ടു, സ്ഥാനമാനം കിട്ടിയ ബല കിട്ടു. അത് ദുനിയാവ് വിഷയമായിട്ടുള്ളൂ. റബ്ബിന്റെ സഹായ കടന്നു വന്ന് മാത്രമായിട്ട് സഹോദരന്മാരെ മുസ്ലിം ഉമ്മത്തിന് വിജയം കിട്ട പോകില്ലേ? ഒരു മുസ്ലിം ഉമ്മത്തിന് വിജയ അത് റബ്ബിനെ പറ്റില്ല പറവില്ലേ? അതായിട്ട് ഇതിഹാസം ഞങ്ങൾക്ക് പഠിപ്പാടില്ലേ? ഇസ്ലാമിന്റെ ഇതിഹാസം ഞങ്ങൾക്ക് പഠിപ്പാടുന്ന അതായിട്ടുണ്ട്. അപ്പൊ കൂടെ മനസ്സിലാക്കണു ഞങ്ങൾ മടങ്ങണം അല്ലാഹുവിന്റെ ഖുർആനിൽ, ഞങ്ങൾ മടങ്ങും റബ്ബിന്റെ ഗ്രന്ഥത്തിനെ മടങ്ങണു, ഞങ്ങൾ പഠിക്കണു. ഇത് പഠിക്കൊരു ഏജ് ലിമിറ്റ് ഇല്ല സഹോദരന്മാർ, ആർക്കും ഏജ് ലിമിറ്റ് ഇല്ല. ഞാൻ നാളെ പഠിക്കില്ല, ഞാൻ നെക്സ്റ്റ് പഠിക്കില്ല, നാളെ ചെന്നത് ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും ഉറപ്പില്ല. ഇന്നലെ പോയ നാള് അതൊരുക്കം തിരിച്ചു വന്നില്ല. ഇത് ഈ മൂവ്മെന്റ് ആയിട്ട് ചിലപ്പ ഈ മൂവ്മെന്റ് ആയിട്ടിക്കു ನಾನು ಮನಗೊಳ್ಳದು അല്ലെങ്കിൽ അസർക്ക് മുന്നോളൂ ನಾನು പള്ളിക്ക് മറ്റേ മുന്നോളൂ എന്റെ മെസ്സേജ് എത്തും ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചിലപ്പോൾ ഇത് ലാസ്റ്റ് ഖുത്ബ ആയിട്ട് കൊമായി, ചിലപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഖുത്ബ ആയിട്ട് കൊമായി, ഈ ദുനിയാവിൽ വെച്ച് ചിലപ്പോൾ ഇണ്ട് ലാസ്റ്റ് ആയിട്ട് കൊമായി. സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുന്ന നാളെ ചെന്നത് ഞങ്ങൾക്ക് ഉറപ്പില്ലാത്ത നാളായിട്ടുണ്ട്. ഈ നാളെ ചെന്നത് അല്ലാഹു ചൊല്ലുന്നു വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് വഞ്ചനയായിട്ടുണ്ട്. ഈ ദുനിയാവിലെ ബാഗ് നീ എത്ര ഓടൂ, എത്ര പേരാക്കൂ, എത്ര പ്രശസ്തി എടുക്കൂ, എത്ര കാസാക്കൂ, ഇതൊന്നും നിങ്ങളുടെ ബണ്ടിൽ ചെല്ലുമോ? ഒന്ന് മനസ്സിലാക്കുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല.
അല്ലച്ചന്റെ ഈ ഭൂമിയിൽ വെച്ചിട്ട് കുറെ നാളത്തെ നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്. ആ ലൈഫ് നിങ്ങൾ കണ്ടിതമായി തിരിച്ചു കൊണ്ടുവരും. ആ റൈറ്റിക്ക് നിങ്ങൾ നല്ല അമലാക്കി നോക്കിയിട്ട് ഇൻഷാല്ലാ അതുക്കായിട്ട് നിങ്ങൾ പരീക്ഷിച്ചിട്ട് ഈ ദുനിയാവ് വെച്ചിട്ട് അമലാക്കി ആത്മാർക്ക് നാളെ പാർത്തിക ജീവിതത്തില് സ്വർഗവും കിട്ടുമോ സഹോദരന്മാർ? ഞങ്ങളെ യാഥാർത്ഥ്യ അഡ്രസ് ഒരു മുസ്ലിം ഉമ്മത്തിന് ദുനിയാവല്ല. ഒരു മുസ്ലിം ഉമ്മത്തിലെ യാഥാർത്ഥ്യ അഡ്രസ് പെർമനന്റ് ആഖിറത്ത്. ഞങ്ങൾ വിജയിക്ക പോലെ ഉണ്ടാനാലെ തീന്നുപൊടി ദുനിയാവതല്ല. ഞങ്ങൾ പേടിക്ക പോകില്ലേ ഉണ്ടാനാലെ തീന്നുപൊടി ദുനിയാവതല്ല. അല്ലെ ആറ് അധികാരത്ത് വന്നെങ്കിൽ ഞങ്ങളുടെ ഹാലത്ത് എന്താവും? ഞങ്ങളുടെ ഹാലത്ത് റബ്ബിയുടെ കയ്യിലുള്ളേ. ഞങ്ങൾ റബ്ബിന് മേല് തവക്കലാക്കണ്ടെങ്കിൽ ഉറുക്കന്നെ സോത്തുപ്പോ സാധ്യല്ല. പരീക്ഷനെ കടന്നു വരും, നൊമ്പല കടന്നു വരും, ബേജാർ കടന്നു വരും. അന്തിമ വിജയം അല്ലച്ചല്ലേ അത് നിങ്ങൾക്കായിട്ടുണ്ടു. അടിവർച്ച് ഈ മാനക്ക് നിൽക്കുകയായിട്ടില്ലേ? ഐസബുലു പല ഗ്രന്ഥത്തെ സ്റ്റഡിയാക്കിയ ആൾമാർ, പല വിഷയത്തെ നോക്കിയ ആൾമാർ എന്റെ ഞങ്ങൾ ഖുർആൻ നോക്കിയിട്ടില്ല. ഖുർആന്റെ മുട്ട ഞങ്ങൾക്ക് പോയിട്ട് ആയില്ല. ഞങ്ങൾ ബിസി ആയിട്ടുള്ള ചിലപ്പോ ഈ ബസ്സില് ഞങ്ങൾ ലൈഫ് ഇണ്ടത്തെ നാൾ ഉണ്ടായപ്പോയി അള്ളാഹു ഞങ്ങൾ എന്ത് ആൻസറാക്കി അപ്പോൾ ഞങ്ങൾ എന്ത് ആൻസറാക്കും സഹോദരന്മാർ? അപ്പൊ മനസ്സിലാക്കുന്നു ലേൺ ഖുർആൻ ചൊല്ലിയത്തെ ഒരു ഖുർആൻ പഠിക്കൽ പ്രൊജക്ട് ഉണ്ട്. സുമാർ 2003 തുടങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് സക്സസ്ഫുൾ ആയിട്ട് ഇന്നും 10 വർഷം ഉണ്ട്. 6 തിങ്ങൾക്ക് 2 സൂറത്തായിട്ട് ഇറക്കിയോളി. വർഷത്തേക്ക് 4 സൂറത്തായിട്ട് 6 തിങ്ങൾ കൂടെ എക്സാം ചൊല്ലി എഴുതൊക്കെല്ല. 12 വർഷം മേൽപ്പടി 7 വർഷം ഏജ് ലിമിറ്റ് ജസ്റ്റ് ടിക്ക് ആക്കായിട്ട് നിങ്ങൾ ഫ്രീ ടൈം നിങ്ങൾ ജോബ് ബിസിനസ് പുട്ടുപടിച്ചുണ്ടാവും, സ്റ്റഡി പൊടിച്ചുണ്ടാവുക. അത് സൈഡിൽ ഖുർആൻ പഠിക്കാൻ ചാൻസ് ഉള്ളത്. ഈ പള്ളി എത്ര പട ആ സെൽഫ് ഞങ്ങൾ ബുക്ക് നോക്കില്ല. എത്ര മാറുന്ന പറഞ്ഞുണ്ട് ഖുർആനുണ്ട് ബറു പഠിച്ചെന്ന് വിളിക്കോ പോലും ഞങ്ങൾക്ക് നോക്കൂ ടൈമില്ലാത്ത ഹാലത്ത് ഞങ്ങൾക്ക് കടന്നു പോയിട്ടുള്ള ആ സൈഡിൽ ഞങ്ങൾ നോക്കി പോയിട്ടുള്ള സഹോദരന്മാർ നോക്കി പോകട്ട. ഇത് ഓർഗനൈസ് ആക്കാൻ ആൾമാരാ അല്ല പള്ളി കമ്മിറ്റി ആക്കുന്നതല്ല. ഇത് അള്ളാഹുദായിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ചു പള്ളി കമ്മിറ്റി ആവട്ടെ രാജ്യത്തന്നെ ആവട്ടെ സ്ഥാനം ആറും ഇത് പഠിച്ചു തീരാൻ ആരും ഇല്ല. ഞങ്ങൾക്ക് വലിയ ജവാബ്ദാരി മാത്രമല്ല ഞങ്ങൾ മക്കളെ പോലും ഞങ്ങൾ കുട്ടികൾ പഠിപ്പാറും. ഇൻഷാ അല്ലാഹ് 21 താരീഖ് ബജറ്റ് എക്സാം നടക്കുമ്പോൾ ഇത്രത്തോളം മാഹിതി ഇല്ലാത്ത ആൾമാർ 10 കൗണ്ടറിൽ നിങ്ങൾ കേൾക്കുന്നത് വിഷയം നിങ്ങൾക്ക് തട്ടും. ചിലപ്പോ ഈ ഒരു ഫേസ് ഈ ഒരു എക്സാം ഈ ഒരു ബുക്ക് ഞങ്ങൾ ലാസ്റ്റ് ആയിരിക്കും. ചിലപ്പോ പിന്നെ ഞങ്ങൾക്ക് കിട്ടോ ചാൻസ് ഇക്കല്ല. ഞങ്ങൾ ആൾറെഡി കബറിലായിരിക്കും. അള്ളാഹു സലാമത്താക്കും ഖൈറായ നിലവിൽ ഈ ദുനിയാവിടെ യാത്രക്കുള്ള തൗഫീഖ് റഹ്മാനായ അള്ളാഹു നക്കുമിക്ക് തന്റെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില സഹോദരന്മാരെ യാദ് ഖുർആൻ ചൊല്ലിയ പ്രൊജക്ട് ഖുർആൻ പഠിക്കുന്ന ഈസിമേത്താനായിട്ട് ഞങ്ങൾക്ക് നാളെ അള്ളാഹു റിപ്പോർട്ടിൽ റസൂൽ ചൊല്ലിയ റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആൻ ഹജൂറ. അന്റെ ഖൗമിന്റെ ആൾമാർ ഖുർആനെ കടക്കണിച്ചു. അപ്പൊ ആ കടക്കണിച്ചു നാളെ നിങ്ങൾ തീരാ എന്ന് ചെന്നിട്ടായെങ്കിൽ നിങ്ങൾ ചൊല്ലുകില്ല ദിച്ച് നിങ്ങൾ ചൊല്ലിട്ട് ഞങ്ങൾ ഈ പലൊക്കെ ചൊല്ലുകില്ല. ഞങ്ങൾക്ക് ഖുർആൻ കിട്ടിയിട്ടില്ല, ഞങ്ങൾ പഠിച്ചില്ല. എന്തേ ഖുർആൻ പഠിക്കുന്ന ചാൻസ് നിങ്ങളെ മുട്ട ബന്ധല് നിങ്ങളെ പള്ളിയിലുണ്ടോ? നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് പള്ളിയിൽ അതിലെല്ലാം വിഷയമുണ്ടോ? ഞങ്ങൾ അതിലെ മുട്ട പോയിട്ടില്ല മാത്രമായിട്ടും ഞങ്ങൾ മുട്ട പോയിട്ടില്ല. അതുമാണ് മുട്ട ബന്ധം. അപ്പൊ താലക്കലി ഖുർആന്റെ വിഷയത്തെ അള്ളാഹു ചോദിക്കണം പഠിച്ചിട്ടായിരിക്കും ചൊന്നിട്ടായിരിക്കും. അത് കാരണക്കത്ത് നിങ്ങളായിട്ടുള്ളൂ. റബ്ബുടെ ഖുർആൻ പഠിക്കുന്ന ഈസി മെത്തേഡ് ഇത്ര ഈസി മെത്തേഡ് 10 കൗണ്ടർ വെച്ചിട്ട് ഇതെല്ലാം മാഹിതി നമുക്ക് ഈസി മെത്തേഡ് ഇതിനെക്കാണോ ഈസി മെത്തേഡ് ഖുർആൻ പഠിക്കുന്നില്ല. ആർന്നും പഠിക്കുക അത്ര ഈസി ആയിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു വിഷയം കേട്ടിട്ട് അത് നിങ്ങൾ പഠിച്ചിട്ടായെങ്കിൽ അത് നിങ്ങളുടെ ഹാലത്തായിരിക്കും നിങ്ങൾക്ക് പൊട്ടതായിരിക്കും. കാരണം ചൊല്ലത് മാത്രം ഉത്തരവാണ്. റസൂൽ സല്ലല്ലാഹു അതേ പണിയാണ് ചൊല്ലുക മാത്രം റസൂൽ ചൊല്ലി കേൾക്കണമെങ്കിൽ നിങ്ങൾ സ്വാർത്ഥ കൊടുക്കണം. ധിക്കരിക്കാൻ ആൾമാർ റസൂൽ നിങ്ങൾ വാർണിംഗ് കൊടുത്തു വിടണം. അപ്പൊ സഹോദരന്മാരെ ഖുർആൻ പഠിക്കുക ഈസി ചാൻസ് ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഖുർആൻ പഠിക്കുക ഈസി ചാൻസിലെ കിത്തുബാട്ടിക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. നിങ്ങളെല്ലാം സാക്ഷിയായിട്ട് ഏറ്റവും അള്ളാഹുവായിട്ടുള്ള. അപ്പൊ ഞങ്ങളുടെ നാളെ അള്ളാഹുടെ കൂടെ ഞങ്ങൾ എപ്പോ ചൊല്ലുന്നില്ല. അപ്പൊ അതിലൊന്ന് പോയിട്ട് കൗണ്ടറിൽ വിചാരണാക്കിയിട്ട് എല്ലാം എടുക്കുകയാണ്. പെണ്ണിയാ നിങ്ങൾ എടുക്കും. ഇൻഷാ അല്ലാഹ് നാളെ എക്സാം നിങ്ങളെല്ലാം സാക്ഷിയാവും. സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കും. പഠിപ്പാനുള്ള തൗഫീഖ് തത്ത അനുഗ്രഹിക്കട്ടെ. അള്ളാഹുടെ ദീനിനായിട്ട് പണിയെടുത്ത് ഇതിൽ മുന്നോട്ട് പോകുന്ന തൗഫീഖ് റഹ്മാനായ അള്ളാഹു നക്കുമിക്ക് തത്ത അനുഗ്രഹിക്കട്ടെ.